ഇതാണ് യഥാർത്ഥ സത്യം. എങ്ങനെയുണ്ട് സിനിമയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അറിഞ്ഞോ? ഇത്തിരി അറിഞ്ഞില്ലേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് പോലെ? അടിപൊളി. ഇതിനൊക്കെ അറിഞ്ഞ് സങ്കടം വന്നോ? ഓക്കെ. എങ്ങനെയുണ്ട് സാർ? അടിപൊളി 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 സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ. ഇത്തിരി കണ്ണ് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ നമ്മൾ ലോകയായിട്ട് ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയുണ്ട്? അടിപൊളി. ഉപ്പ് അടിപൊളി ഉമ്മ. ഓക്കെ. അടിപൊളി അടിപൊളി. അപ്പം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഭീരം. അടിപൊളി. അവിടെ അത് പ്രത്യേകിച്ച് അരിക്കുളം പഞ്ചായത്ത് അവിടുത്തെ ഒരു സ്കൂളിൽ ചേർന്നാണ് ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പേരാമ്പ്ര മാഷൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലോ. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും അഭിനയിക്കണേ. ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് എനിക്കത് ചലച്ചിത്ര മേഖല ഏറ്റവും വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ആ സമയത്ത് ഇതുപോലെ പഞ്ചായത്തും അതുപോലെ തന്നെ സ്കൂളും ഒക്കെ കുട്ടികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് മതിയാവില്ലേ? തീർച്ചയായും ഗംഭീര സിനിമയായി. എല്ലാ അഭിനന്ദനങ്ങളും. അതായത് ഇതൊരു തുടക്കമാണ്. എല്ലാ സ്കൂളിലും ഇതൊരു തുടക്കമാണല്ലേ? എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ കണ്ടപ്പോൾ? നന്നായിരുന്നോ? പറഞ്ഞിരുന്നോ ഉപ്പ് കണ്ടപ്പോൾ? ഇത്തിരി സങ്കടം തോന്നിയോ? സങ്കടം തോന്നി. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട് ഉപ്പ്? അടിപൊളിയാണോ? ഉപ്പ് ഒരു ജീവിതം ഒന്നാക്കി. അതന്നെ സൂപ്പർ. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? അടിപൊളിയാണോ? ആ ഉപ്പ് കണ്ട് സിനിമ കണ്ട് പുറത്തിറങ്ങിയവരെ കണ്ണൊക്കെ ഇത്തിരി എന്താണ് ഇങ്ങനെ അങ്ങനെ സങ്കടം തോന്നുന്നുണ്ടോ? ഉണ്ടില്ലേ? ആണല്ലേ? എങ്ങനെയുണ്ടോ? അടിപൊളിയാണോ? ഓക്കെ. എങ്ങനെയുണ്ട് ഉപ്പ്? അടിപൊളിയാണോ? ചേച്ചി ഉപ്പ് സിനിമ ഉണ്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ ഉണ്ടോ? അടിപൊളിയാണോ? അപ്പോൾ എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ ഉണ്ടോ? വളരെ നല്ലൊരു ഫിലിം. വളരെ പോസിറ്റീവായ എനർജി NSSന്റെ നേതൃത്വത്തിൽ ശരിക്കും കേരളത്തിലെ മുഴുവൻ NSS യൂണിറ്റുകൾക്കും മാതൃകയാകുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ദിലീപിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സംഘം ചെയ്തിരിക്കുന്നത്. ടീച്ചേഴ്സും കുട്ടികളൊക്കെ അതിൽ അഭിനയിച്ച കുട്ടികളൊക്കെ ഒരു കൃത്രിമത്വം അവരുടെ അഭിനയത്തിലില്ല. വളരെ പാസീവായി വളരെ രസകരമായിട്ട് അവർ അഭിനയിച്ചു. എന്തായാലും വളരെ നല്ലൊരു ബിഗ് സല്യൂട്ട് ഫോർ അരിക്കുളം. താങ്ക് യു. ഉപ്പ് രണ്ടാം വാരത്തിലേക്ക് നമ്മളുടെ സ്കൂളും അതേപോലെ അരിക്കുളം പഞ്ചായത്തും നിർമ്മിച്ച ഉപ്പ് എന്ന സിനിമയുടെ രണ്ടാമത്തെ ആഴ്ച ഷോ വളരെ ഹൗസ്ഫുള്ളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ പങ്കിടുന്നത്. ഇതിൽ അഭിനയിച്ച ആൾക്കാർ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ, അതോടൊപ്പം നമ്മുടെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മളൊപ്പം ഉണ്ട്. വളരെ സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചിരുന്നു സാർ. അപ്പോൾ വളരെയേറെ സന്തോഷമുള്ള ഒരു പുതിയ അനുഭവമാണ് അരിക്കുളം ഹൈസ്കൂളും അരിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായ ഉപ്പു സത്യാഗ്രഹം, ആ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കൂടി ഓർമ്മ നിലനിർത്തുന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് തന്നെ നൽകിക്കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ അതിൻ്റെ സംവിധായകന്മാർ, അതിൻ്റെ അഭിനേതാക്കൾ, അതോടൊപ്പം തന്നെ അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഒരുപാട് സിനിമ ഇവിടെ പ്രദർശിപ്പിച്ച് നല്ല ആളുകളൊക്കെ പങ്കെടുത്ത്, പക്ഷേ കേക്ക് മുറി ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഫസ്റ്റ് എന്താ ആദ്യമായിട്ടാണോ കേക്ക് മുറി? അതായത് പ്രാദേശികമായിട്ട് ഇത്തരം സിനിമകൾ പല ഫീൽഡിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു നാട് എന്നുള്ള നിലയ്ക്ക് പ്രതിരോധയ്ക്ക് വിചാരിച്ച് ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്താൽ സാധാരണ ഉണ്ടാവുക അതൊന്നും ഒക്കെ പരാജയപ്പെട്ടു പോകാറാണ്. വലിയ കൊട്ടി കൊഴിച്ച് അത്ര ആൾ വരൂ ഇത്ര ആൾ വരൂ എന്നൊക്കെ പറയൂ. വന്ന് നോക്കുന്ന സമയത്ത് കൽപ്പിച്ച് അവർക്ക് ഞങ്ങൾക്കൊക്കെ ഒരു നഷ്ടത്തിൽ കലാശിക്ക് ജനങ്ങളെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനം കിട്ടാറില്ല. ഇതും അതും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്.
നോക്കുമ്പോൾ ഇത് ഏതാണ്ട് ഇപ്പോൾ 2ാമത്തെ ആഴ്ചയാണ് ഇത് കളിക്കുന്നത്. ഇത് മാ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളും അരിക്കുളം പഞ്ചായത്തും സഹകരിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ പ്രതിഭകളായിട്ടുള്ള പഞ്ചായത്തിലെ സ്കൂളും കുട്ടികളൊക്കെ കാസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറ്റന്നാൾ ഞങ്ങൾ വ്യാപാരികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടിരുന്ന് ഒപ്പം ഇരുന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തന്നെ ക്ഷണിച്ചിരുന്നു. എത്താൻ പറ്റിയില്ല. ഏതായാലും ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും ഇപ്പോഴത്തെ കലാകാരന്മാരൊക്കെ വലുതായിട്ട് വലിയ ആൾക്കാരായി വന്ന് ഒരു മണിക്കൂർ ചിത്രത്തിലുള്ളതിൽ നിന്ന് മാറി സാധാരണ സിനിമ ഒരു 3 മണിക്കൂറല്ലേ സിനിമയെടുത്തിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം. അത് എന്തായാലും എന്ത് നഷ്ടമായാലും ലാഭമായാലും പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ നിങ്ങളാരും പിൻവലിക്കാതെ മുമ്പോട്ട് തന്നെ പോകണം. എല്ലാ അഭിവാദനങ്ങളും നേരെയാണ് നിങ്ങളെ പരിപാടിക്ക്. നല്ലൊരു സ്പേസ് ഇപ്പോൾ ഉണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ട്. നല്ലൊരു സ്പേസ് ജയിലിലേക്ക് പോകാം. അതെ. സിനിമാ മേഖലകളിൽ പലരും ജയിലിലേക്ക് പോവുകയാണ്. അതെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന അല്ല, അതിന് പകരം സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുപുറത്ത് വിചാരിച്ച അവസാനം ഇവിടെയൊക്കെ അങ്ങനെ വിചാരിച്ചാൽ അവർ വരാതെ പോവുകയും ചെയ്യാം. അതുണ്ടായി. അപ്പം കേക്ക് മുറിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നേതാവ്. അപ്പോൾ നമ്മുടെ മൂർത്തിനെ തിരക്കൊണ്ട് ഇയാൾ പുറകെ ആയിപ്പോയി. അതുകൊണ്ട് കാര്യമായിട്ട് അറിയണം. തീർച്ചയായിട്ടും. പ്രസിഡന്റ്, നമ്മളെ സംവിധായകനൊരു കൈക്ക് കൊടുക്കണം. എച്ചമ്മുണ്ട് പ്രസിഡന്റ്. എച്ചമ്മ ഉപ്പ് സിനിമയിലെ പ്രധാന കഥാപാത്രം കാർത്തിക് നമ്മളെ കൂടെ ചേരുന്നുണ്ട്. കാർത്തിക്, ഇത്തരം ഒരു സന്തോഷം ഇവിടെ പങ്കിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷം തോന്നുന്നു. കാരണം 2ാം വാരത്തിലേക്കാണ് പോയിരിക്കുന്നത്. എല്ലാവരും സദസ് നിറഞ്ഞ ഹൗസോടെ ഇതെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇതിൽ ദിലീപ് സാർ ആദ്യം സംവിധാനം നൽകി അദ്ദേഹം നല്ല, പക്ഷേ ആ ചീത്ത എന്തിനാന്നുള്ള ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ അഭിനയം പൂർത്തീകരണത്തിന് വേണ്ടി ധാരാളം ചീത്ത, അപ്പോൾ ആ ചീത്തയെ കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ഛൻ എന്നുള്ള റോളിലേക്ക് അത്ര ഒരു പെർഫെക്റ്റ് ഷേഡിലേക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. അത് അദ്ദേഹത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. ഉപ്പ് സിനിമ കണ്ടിട്ട് എന്ത് തോന്നി? നന്നായി, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൾ നമ്മളോട് ചേരുന്നുണ്ട്, രേഖ. എന്താ ടീച്ചറെ ഈ സന്തോഷം? ഉടനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. അതെ, 2ാം വാരത്തിലേക്ക്
ഉപ്പ് കടന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ പങ്കിട്ടത്. ഇത്രയും ദിവസം ഹൗസ്ഫുള്ളായിട്ടാണ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ കുറേ പേര് തിരിച്ചു പോകുക വരെ ഉണ്ടായി. കാരണം അത്രയും ഫുള്ളായിരുന്നു. ഈവൻ സ്റ്റെപ്പിൽ ജസ്റ്റ് ഒരു പെർമിഷനൊക്കെ കൊടുത്തിട്ട് എനിക്ക് അടക്കം ചെയ്യേണ്ടി വന്നു. അപ്പം എന്നിട്ട് പോലും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എവിടെ പോയാലും ഉപ്പിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ് ആൾക്കാർ. അത്രയും നല്ല രീതിയിലുള്ള ഒരു സ്കൂളിൻ്റെ സംരംഭം എന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ലൊരു മൈലേജ് തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് അതിൻ്റെ ഒരു പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ കവർ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ NSSൻ്റെതായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അടക്കം വളരെയധികം പ്രശംസനീയമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം മന്ത്രി ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററി അവരെ സമീപിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസൊക്കെ കേട്ടതുകൊണ്ട് നല്ല രീതിയിലേക്ക് ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് പോയി. രണ്ടാം വാരം കഴിഞ്ഞ് മൂന്നാം വാരത്തിലേക്ക് പോകേണ്ടി വരില്ലേ? അത്രയും ആളുകൾ കാണാൻ സ്കൂളിലെ കുട്ടികൾ എപ്പോഴും കണ്ടു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടി കളിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ കേക്ക് മുറിയലും അതിൻ്റെ സന്തോഷമാണ് ഇന്ന് പങ്കിട്ട്. താങ്ക് യു മാഡം. അതോടൊപ്പം മുൻ പ്രിൻസിപ്പൾ നമ്മൾ ചേരുന്നുണ്ട്. സൂറയില്ലേ? സൂറ ടീച്ചർ എങ്ങനെയാണ് സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ നല്ല സിനിമയാണ്. ഇതിൻ്റെ തുടക്കത്തിലൊക്കെ എനിക്ക് ഇങ്ങനെ ഈ തുടക്കം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇല്ലാതായി. നല്ലൊരു വിഷയം കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ വലിയ സംസ്കൃതി നടക്കുന്നതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. മനസ്സ് നന്നാവട്ടെ. ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. KPMS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം നേതൃത്വം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെയും സമൂഹത്തിലെ വിവിധ ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഉപ്പ് എന്ന സിനിമ അതിശ്രദ്ധേയമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അനുഭവപ്പെടുന്നത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആശയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ചേർത്തുവെപ്പിൻ്റെ വലിയ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് യഥാർത്ഥത്തിൽ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു നാഷണൽ സർവീസ് സ്കീമിൻ്റെ KPMS ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ ദിലീപ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. താങ്ക് യു. ഇന്നൊരു ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് അല്ലേ? രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണെന്ന് കേക്ക് മുറിച്ചു. ഇന്ന് ഹൗസ്ഫുള്ളായിരുന്നു അല്ലേ? എന്ത് തോന്നുന്നു? ആ മൂന്നാമത്തെ പ്രാവശ്യമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നവരെ നല്ല കരച്ചിൽ വരും. ഇപ്പോൾ അത് നോർമലായി വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ഈ സിനിമ കണ്ടപ്പം ഇനി കൂടുതൽ ആളുകൾ വിളിക്കില്ല അല്ലേ? ആദ്യം കുറച്ച് പേരൊക്കെ വിളിക്കും. ഇപ്പം കൂടുതൽ ആൾ കാണുമ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടോ? മകൻ വിളിക്കുന്നുണ്ടല്ലോ? ഇവരെ വിളിക്കുന്നുണ്ടോ? കുടുംബക്കാരും കണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് വിളിക്കലുണ്ട്. ആ അതെ, പലർക്കും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരില്ലേ, അതുകൊണ്ടായിരിക്കാം വിളിക്കാത്തല്ലേ? ഓക്കെ, താങ്ക് യു. എന്താ പറയുന്നത്? സന്തോഷം തന്നെ. പ്രസിഡന്റ്, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടു. ഇന്ന് ഹൗസ്ഫുള്ളായിരുന്നു. ഇന്ന് സാധാരണ നമ്മുടെ സീറ്റിൽ നിന്ന് പുറത്ത് സ്റ്റെപ്പിലൊക്കെയാണ് ഇന്ന് ആളുകൾ സിനിമ കണ്ടത്. അപ്പോൾ എന്താണ് ഈ അവസരത്തിൽ അഭിനയിക്കുകയും ചെയ്തു, ഇതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചു പഞ്ചായത്ത്, എന്താണ് ഈ അവസരത്തിൽ പറയുന്നത്? ഒന്ന്, നമ്മളുടെ കൂട്ടായ്മ ഇനിയും പുതിയ സൃഷ്ടികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ അത് ഇവിടെ നിർത്തരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാൻ, ഇന്ന് അണിയറ പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു വലിയ കൂട്ടായ്മയാണ്. അപ്പം അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ പ്രതികരണങ്ങളാണ് ആളുകൾ വരുന്നത്. അപ്പം ആ പ്രതികരണം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അരിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമാണല്ലോ KPMS ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൻ്റെ ഉയർച്ചയുടെ പടവുകളിലേക്ക് കയറുന്നതിൽ അതൊരു വലിയ പങ്ക് ഈ ചലച്ചിത്രം വഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജനങ്ങൾ കിട്ടുന്ന വലിയ പ്രോത്സാഹനം
പ്രത്യേകിച്ച് ഈ ചലച്ചിത്രം ഞങ്ങളുടെ ഒരു പ്രതീക്ഷയൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. അടുത്ത സംരംഭത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് ഊർജ്ജം കിട്ടി എന്നാണ് പറയും. അപ്പം എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പല സ്ഥലത്തു നിന്നും വിളിയൊക്കെ വന്നിട്ടുണ്ടാകും. ഉണ്ട്. ഇപ്പോഴും ഞാനങ്ങോട്ട് ബസ് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടിറങ്ങി പോകുന്ന ആളുകൾ വളരെ നന്നായി എന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷം. ഇത്രയും ദിവസം പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ആദ്യം ഒരു ഉണ്ടായിരുന്നു, അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു, ഒരാഴ്ച പിന്നോട്ടും. പക്ഷേ എൻ്റെ സംവിധായകരിലും ഇവരിലൊക്കെ ഉള്ളൊരു പ്രതീക്ഷ മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു. കാരണം ആ രീതിയിലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ എത്ര വാർഡുണ്ട്? 16 18? 13 വാർഡുകൾ. 13 വാർഡിലെ ആളുകൾ മുഴുവനോടെ വന്നോ കാണാൻ? ഇല്ല. എത്ര ആളുകൾ വരാൻ? അപ്പം 1, 2, 3 വാർഡിലേക്ക് ഇറക്കേണ്ടി വരും അല്ലേ? ഇനിയും ആളുകൾ അറിയിക്കണം, ശ്രദ്ധിക്കണം. ഓണക്കാലത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഓണമായിട്ടൊന്ന് ക്ലബ് ചെയ്യണം. ഓണക്കാലമായിട്ടൊന്നുകൂടി ക്ലബ് ചെയ്താൽ കുറച്ച് പിന്നെ കൂടി സാധ്യതകളുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അതെ, അടുത്ത സംരംഭം ഏറ്റെടുക്കാനുള്ള പ്രചോദനം ശക്തിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സംവിധായകന് വൈഫ് കൊടുക്കുന്ന കേക്കാണ്. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നോ മാഷ് സംവിധാനം ചെയ്തൊരു സിനിമ ഇത്ര വിജയമാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? വിജയം എന്ന് പറയുമ്പോൾ ആദ്യം ഇതൊരു ചെറിയൊരു ഫിലിമായിട്ട് തുടങ്ങാനാണല്ലോ ഉദ്ദേശിച്ചത്. അതെ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അതിലൊരു ഭാഗമായിട്ട് അഭിനയിക്കാൻ കൂടെ എനിക്ക് ഭാഗ്യമുണ്ടായി. സന്തോഷം. ഇനിയിപ്പം 2ാമത്തെ ആഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിലും നല്ല സന്തോഷം. പിന്നെ നല്ല പാട്ടുകൾ, നല്ല അവതരണം, കഥയിൽ എന്തൊക്കെയോ എന്താ പറയുക, കുറച്ച് പുതുമകൾ കൂട്ടിച്ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു മാധുര്യം, സ്വീകാര്യത വന്നിട്ടുണ്ടല്ലേ? കുറച്ചും കൂടെ ആവാമായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് തീർന്നു പോയ ഒരു ഫീലിംഗ്. അതെ. എന്തായാലും നമ്മൾ 2ാം ഘട്ടം എന്ന പ്രസിഡന്റ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സിനിമ നിർമ്മിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനുള്ള കട്ടയ്ക്ക് സപ്പോർട്ട് മാഷ്ക്ക് ഉണ്ടാവണം അല്ലേ? തീർച്ചയായും. ഓക്കെ. എന്താണ് മാഷ് പറയാനുള്ളത്? സന്തോഷം. ഇങ്ങനെയൊരു സിനിമ 2ാം വാരത്തിൽ കിടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലുള്ളൊരു സന്തോഷമാണ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രേക്ഷകരാണ് ഇതൊക്കെ സ്വീകരിക്കേണ്ടത്. നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതുപോലെ എല്ലാ സിനിമകളും അതാത് സംവിധായകന്മാർക്ക് അവർക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ കൂടെയുള്ള ടീം മുഴുവൻ അത്തരത്തിൽ സിനിമ സ്വപ്നം കാണുന്ന ഒരു പറ്റിയ ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യം എൻ്റെ അടുത്ത് എനിക്കുണ്ടായിരുന്നു. ക്യാമറാമാൻ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ മറ്റേതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സിനിമാ ഫിലിം പറഞ്ഞാൽ കളറിസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ആ ടീം വർക്ക് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെന്നുള്ളതല്ല, നമ്മളൊരു ടീമാണ്, ടീം വർക്കാണ് ആക്ച്വലി ഈ സിനിമയ്ക്ക് വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 2ാം വാരത്തിലേക്കാണ് കടക്കുന്നത്. ഇന്നാണ് ഹൗസ്ഫുള്ളായി. ഇനിയിപ്പം അരിക്കുളം പ്രസിഡന്റ് പറഞ്ഞ അരിക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പേരാമ്പ്ര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ വിപ്പ് എന്താണെന്നുള്ളത് ഇപ്പം എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ സപ്പോർട്ട് അതിനനുസരിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹൗസ്ഫുള്ളാണ്. സീറ്റിന് പുറത്തും ആൾ സ്റ്റെപ്പിൽ ഇരുന്ന് കണ്ടു. അപ്പം 2-3 വാരത്തിലേക്ക് പോകും. എനിക്കൊന്ന് ഓണം വരെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓക്കെ. അത് പിന്നെ ഇപ്പം എക്സാം വരുന്നുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് പിന്നെ നമ്മളൊന്ന് നിർത്തി വയ്ക്കേണ്ടതായിട്ടുണ്ടാവും. എങ്കിലും ഈ ആഴ്ച എന്തായാലും സിനിമ തുടർന്ന് ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം വെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ ശനിയാഴ്ചയും ഓൾറെഡി ബുക്ക്ഡാണ് നമ്മുടെ സിനിമ. ദെൻ ഞായറാഴ്ചയ്ക്കും ഒരു 50ഓളം പേര് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആളുകൾ വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. നാളെ നമ്മുടെ സ്കൂളിലെ കുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ സിനിമ കാണാൻ വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പം ലഭിച്ചിട്ടുള്ളത്. എനിവേ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഉദാഹരണത്തിന് NSSൻ്റെ സിനിമ കൂടെയാണല്ലോ. അപ്പോൾ NSSൻ്റെ കേരളം മുഴുവനുള്ള വിദ്യാലയങ്ങൾക്ക് പിന്നെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് ഈ ഒരു സിനിമ എത്തിക്കണം എന്നുള്ളൊരു ചർച്ച നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് സിനിമ ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇന്ന് പങ്കിട്ടു. നമ്മൾ കേക്കൊക്കെ മുറിച്ചു. പഞ്ചായത്ത് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്ത്. നമ്മൾ സംവിധായകൻ ദിലീപ് മാഷാണ്. മാഷ് എന്നുള്ള നമുക്ക് ഒഴിവാക്കനി. ഇനി സിനിമയിൽ MS ദിലീപ് തന്നെ ആക്കേണ്ടി വരും. കാരണം എന്തായാലും അദ്ദേഹത്തിൻ്റെ വൈഫും നമ്മളോട് കാര്യങ്ങൾ പങ്കുവച്ചു. 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഹൗസ്ഫുള്ളാണ്. എന്തായാലും കുറേ ദിവസം ഈ ഫിലിം ഇവിടെ ഓടും. ഈ അലങ്കാർ മൂവിയുടെ അലങ്കാർ ഭാസ്കരേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ തിയേറ്ററിലൂടെ സ്ഥാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് മുറിയും. ഈ ഒരു ചെറിയ പടം എന്ന് മാത്രം കണ്ട സംഭവം വലിയൊരു സിനിമ ആയി മാറി എന്നത് അദ്ദേഹവും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കാണുക, ഈ സിനിമ അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും പുതിയ കലാകാരന്മാരെയും സംവിധായകരെയും നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രോത്സാഹനവും നൽകേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ദിലീപ് മാഷിക്ക് ഒരുപാട് സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും സമൂഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇനിയും കൂടുതൽ സിനിമ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അലങ്കാർ മൂവീസ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.